ഹായ് ഗൈസ് വെൽക്കം ടു അവർ ന്യൂ വ്ലോഗ്. ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് എനിക്ക് കണ്ണേറ്റം പൊതുവെ വർക്ക് കുറവാണ്. അപ്പൊ രാവിലെ തന്നെ എഴുന്നേറ്റ് കരുതി ഒരു വ്ലോഗ് എടുത്തേക്കാന്ന്. ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് റെഡി ആവുന്ന പൂരാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യാന്ന് കരുതിയിട്ട് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് എന്താന്ന് അറിയില്ല, പെട്ടെന്ന് ചിരി വരുന്നു വീഡിയോ എടുക്കുമ്പോൾ. ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കാന്ന് കരുതിയായിരുന്നു. പിന്നെ ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല. അടുത്ത തവണ നോക്കാം നമുക്ക്. എന്തായാലും പെട്ടെന്ന് ഒരുങ്ങി. ലേറ്റ് ആവാൻ പാടില്ലല്ലോ. നമുക്ക് പഞ്ചിങ് ടൈം ഒന്നുമില്ല, കാരണം രണ്ടുപേർക്കും രണ്ട് തരം ഷിഫ്റ്റ് ആയതുകൊണ്ട്. അതായത് ഹൈബ്രിഡ് ആണ് എനിക്കുള്ളത്. കണ്ണേട്ടനാണെങ്കിൽ എന്നും ഓഫീസിൽ പോകണം. അപ്പൊ കണ്ണേട്ടന്റെ ഷിഫ്റ്റ് ഉച്ചയ്ക്കാണ് തുടങ്ങുക, 2 മണി തൊട്ട്. അപ്പൊ എന്റേത് രാവിലത്തെ ഷിഫ്റ്റ് അനുസരിച്ചായാലും എനിക്ക് 2 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഷടപെടാന്ന് റെഡിയാവലൊക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം വണ്ടി എടുത്തിറങ്ങി. ഞാൻ അങ്ങോട്ട് ബൈക്കിലാ കണ്ണേട്ടന്റെ കൂടെ പോവാറ്. പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോ 2 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്താൽ മതി. ബാക്കിയുള്ള ടൈം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ വർക്ക് എടുക്കും. അപ്പൊ 12 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്താലും മതി. അപ്പൊ തിരിച്ച് ഞാൻ വരുമ്പോ മെട്രോയിൽ പോരും. പറയാൻ വേണ്ടി നമ്മൾ രണ്ടുപേരും ക്യാബ് ജിമ്മിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് മെട്രോ സ്റ്റേഷൻ അടുത്താണ്. ഞാൻ മുമ്പ് പോവാറുണ്ടായിരുന്ന ടെക്നോ പാർക്കിലായിരുന്നു. അവിടെയുണ്ട് നമ്മുടെ ക്യാബ് ജിമ്മിന്റെ ഓഫീസ്. ഇപ്പൊ ഞാൻ രണ്ടുപേർക്കും കൂടി സുഖമായിരിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമ്മുടെ മെയിൻ ക്യാമ്പസിലേക്കാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഓഫീസിലെത്തി ബൈക്ക് താഴെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ലിഫ്റ്റ് കയറി. ഗ്രൗണ്ട് ഫ്ലോറിലാണ് പഞ്ചിങ് ഉള്ളത്. മിറർ പിന്നെ എല്ലാവർക്കും ഒരു വീക്ക്നെസ് ആയിരിക്കുമല്ലോ. അറ്റ്ലീസ്റ്റ് ഫോട്ടോ എടുത്തില്ലെങ്കിൽ ലുക്ക് ടെസ്റ്റിംഗിലും നടത്തണ്ടേ. അങ്ങനെ ഏതായാലും വേഗം ചെന്നു പഞ്ചിങ് ചെയ്തു കേട്ടോ. പിന്നെ ഏതായാലും വർക്കിലേക്ക് 10:11 ആയപ്പോഴേക്കും ഞാനും കണ്ണായിട്ടും കൂടി ചിപ്സ് കുടിക്കാൻ പുറത്തിറങ്ങി കേട്ടോ. ഇവിടെ കമ്പനീന്റെ പുറത്ത് ഒരുപാട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇന്ന് ഏതായാലും നമ്മള് 2 ഓറിയോ ഷേക്കാണ് കുടിച്ചത്. അങ്ങനെ വേഗം അതൊക്കെ കുടിച്ചിട്ട് വേഗം ഓഫീസിലേക്ക് കയറിട്ടോ. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോ നമ്മള് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ക്യാൻറ്റീനിലേക്ക് വന്നു. സാധാരണ പിന്നെ ഉച്ചയ്ക്കാണ് വരുന്നതെങ്കിൽ നമ്മള് വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് കേട്ടോ വരാറ്. അപ്പൊ അതല്ലെങ്കിൽ രാവിലെ വരുമ്പോ ടിഫിൻ ബോക്സിലാക്കിയിട്ട് കൊണ്ടുവരും. ഇപ്പൊ ഇന്ന് എന്തായാലും വ്ളോഗ് എടുക്കല്ലേ, അപ്പൊ എന്തായാലും കമ്പനിന്ന് കഴിക്കാന്ന് കരുതി. അപ്പൊ നമുക്ക് ഇവിടെ ഗോക്കാന ആപ്പ് വഴിയാട്ടോ നമ്മൾ ഓർഡർ ചെയ്യാറ്. അങ്ങനെ ഇന്ന് ഏതായാലും ഷെഷ്വാൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഷെഫ് മാറിയൊന്നും ആർക്കറിയാം. കഴിഞ്ഞ ആഴ്ച കഴിച്ച ഡബിൾ എഗ് ഫ്രൈഡ് റൈസിന്റെ അത്ര കൊള്ളൂല. വലിയ മോശമൊന്നും ഇല്ല കേട്ടോ. എന്നാലും എക്സ്പെക്ടേഷൻ അങ്ങോട്ട് മീറ്റ് ചെയ്തില്ല. അതാ ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും അത് കഴിച്ചു. ഒരു പ്ലേറ്റ് ആണ് നമ്മൾ രണ്ടുപേർക്കും കൂടി ഓർഡർ ചെയ്തത്. അതൊക്കെ കഴിച്ചു കഴിഞ്ഞു വേഗം കഴിയൊക്കെ കേക്കി. ഇവിടുത്തെ വാഷിംഗ് ഏരിയ എനിക്ക് നല്ല ഇഷ്ടാട്ടോ. നല്ലൊരു കളർ ടൈല്, അതിന് നല്ലൊരു ഓവൽ ഷേപ്പില് ഒരു മിററൊക്കെ ആയിട്ട്. മെയിൻ മിറർ കണ്ട് ഞാൻ ഫ്ലാറ്റ് ആയി. കുറച്ചു നേരം അത് നോക്കി, അതിൽ വീഡിയോ എടുത്ത് നോക്കി നിന്നു. പിന്നെ കണ്ണാടിന്റെ മുന്നിൽ നിന്ന് തിരിഞ്ഞും മറിഞ്ഞും ഫോണിൽ നോക്കി വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചു നേരം നടക്കാൻ പോയി. ഫുഡ് കഴിച്ചു കഴിഞ്ഞ ഉടനെ വർക്കിൽ കയറാൻ ഒരു മടി. അങ്ങനെ കഥ പറഞ്ഞ് കുറച്ചു നേരം പാർക്കിലൂടെ ഇങ്ങനെ നടന്നു. പിന്നെ ഈവനിങ് ആയപ്പോ നമ്മൾ വീണ്ടും ചായ കുടിക്കാൻ ഇറങ്ങി കേട്ടോ. അപ്പൊ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവർക്ക് പണിയൊന്നുമില്ലേ, ഫുൾ ടൈം കറക്കും ഫുഡ് അടിക്കാനുമാണ് ഓഫീസിൽ പോകുന്നത്. അങ്ങനെയല്ല കേട്ടോ, വർക്ക് ഉണ്ട്. പക്ഷെ നമ്മളിപ്പോ ഉള്ളിലെ ക്ലിപ്സ് ഒന്നും ഞാൻ കാണിക്കാഞ്ഞിട്ടാണ് അതൊന്നും എടുത്തിട്ടില്ല. പുറത്തിറങ്ങിയ എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഈവനിങ് ആയപ്പോ ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ ഒരു 6-7 ബിൽഡിംഗ് ഉണ്ട് നമുക്ക് കാപ്ചമനിന്റെ. അപ്പൊ നമ്മള് CG മാത്രമല്ല, ബാക്കി ഒരുപാട് കമ്പനീസ് ഉണ്ട് ഈ സെയിം ലൈനിൽ തന്നെ. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് 2 സ്റ്റോപ്പ് അപ്പുറത്തേക്കാണ് കേട്ടോ പോയത്. പുറത്ത് ചായ കിട്ടാഞ്ഞിട്ടല്ല, ഞാൻ പറഞ്ഞില്ലേ കമ്പനിന്റെ പുറത്ത് ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അവിടുന്നാണ് ഡെയിലി സാധാരണ ഈവനിങ് ആവുമ്പോ കുടിക്കാറ്. പിന്നെ എന്തായാലും കുന്നനാളിൽ പോയിട്ട് കുടിക്കാന്ന് കരുതി. ഞാൻ മാരേജിന്റെ മുന്നേ ഇവിടെ ആയിരുന്നു കേട്ടോ നിന്നത്, കുന്നനാളി ആയിരുന്നു. അപ്പൊ ആ ടൈമിലൊക്കെ മലയാളീസിന്റെ കട എന്നുള്ള രീതിയിൽ ചായ കുടിക്കാൻ ഇവിടെയായിരുന്നു വരിക. അപ്പൊ ഇതിന്റെ തൊട്ടപ്പുറത്തെ ഷോപ്പിലായിരുന്നു എന്റെ PG ഉണ്ടായിരുന്നത്. അന്നൊക്കെ വീക്ക്ലി വൺസ് ഒക്കെ നമ്മൾ ഇവിടെ വന്ന് ചായ കുടിക്കായിരുന്നു. അതവിടെ നിൽക്കട്ടെ, ഇപ്പൊ കഥയിലേക്ക് വരാം. ഇത്രയും കടികൾ ഒന്നിച്ച് കണ്ടപ്പോ ഏത് കഴിക്കും എന്നുള്ള കൺഫ്യൂഷനായി. പിന്നെ ഞാൻ ഏതായാലും 2 പോക്കറ്റ് ഷവർമയും 2 ചായയും പറഞ്ഞു കേട്ടോ ഞങ്ങൾക്ക് രണ്ടാക്കും. കണ്ണേട്ടന് ഏതായാലും കിട്ടിയ പാടെ അതെടുത്ത് കഴിക്കാൻ തുടങ്ങി. ഇപ്പൊ ഒരുപാട് സ്പേസ് ഒന്നും ഇല്ല കേട്ടോ ഇരിക്കാന്. ആകെ ഒരു 3-4 ടേബിൾ ഇട്ടതേ ഉള്ളൂ. അതിലാണെങ്കിൽ ആളുകളും ഉണ്ട്. അപ്പൊ നമ്മൾ ഏതായാലും നിന്ന് കഴിക്കാൻ തുടങ്ങി. ചേട്ടാ, ഞാൻ നേരത്തെ പറഞ്ഞപ്പോ മാറിപ്പോയി. 2 പോക്കറ്റ് ഷവർമ അല്ല കേട്ടോ, 2 ബ്രെഡ് പോക്കറ്റ് ആണ് ഞങ്ങൾ വാങ്ങിയത്. അപ്പൊ അത് കഴിച്ചു തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ ചായ ഇങ്ങെത്തി. പ്രേമ ഫിലിമിലെ സൗബിന്റെ ക്യാരക്ടർ പറയും പോലെ കരിമീൻ എത്തിയപ്പോഴേക്ക് ചോറ് തീർന്ന അവസ്ഥയെ. എന്റെ ചായ എത്തിയപ്പോഴേക്ക് കടി ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു കട്ലറ്റ് വേണമെന്ന് പറഞ്ഞ് കണ്ണേട്ടൻ അത് വാങ്ങിച്ചു തന്നു.
വീഡിയോയില് ഫുള്ള് എന്റെ മുഖായിരിക്കും. "നീ അതൊന്ന് കട്ട് ചെയ്തേ." അതായിരുന്നു ട്ടോ കണ്ണേട്ടന്റെ എക്സ്പ്രഷൻ. അങ്ങനെ ഞങ്ങളെ ചായ കുടിക്കലും സൊറ പറച്ചിലൊക്കെ കഴിഞ്ഞ് ബില്ലും എടുത്ത് നേരെ ഓഫീസിലേക്ക് വിട്ടു. ഇനി ലേറ്റ് ആക്കണ്ട. കുറച്ച് പണിയും കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് പഞ്ച് ഔട്ട് ചെയ്ത് വീട്ടിലേക്ക് പോണം. ബൈ ഗൈസ്.